നമസ്കാരം. പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാട്ടിൻ്റെ കൂട്ടുകാരിൽ നിരവധി ഗായകരായിട്ടുള്ളതും അതുപോലെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരുപാട് അതിഥികൾ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം പതിവിലും വിഭിന്നമായിട്ടുള്ള ഒരാളല്ല, പതിവ് പോലെ ഒരു സിംഗർ തന്നെയാണ് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. ശ്രീ ഖാലിദാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാം. നമസ്കാരം സർ. നമസ്കാരം. പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു പാട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഒരു പാട്ടിലേക്ക് നമ്മൾ ONV സാറിൻ്റെ മനോഹരമായ വരികളാണ്. ശരി. MB ശ്രീനിവാസൻ സാറിൻ്റെ സംഗീതം. എങ്ങു നിന്നെങ്ങു ഈ ഒരു ഗാനരംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസിലാണ്. ലൈവ് ഷോസ്. എവിടെയാണ് സ്വദേശം? തിരുവനന്തപുരം. ഞാൻ ട്രിവാൻഡ്രത്താണ്. പാളയമാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ താമസിക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. ഒരുപാട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. പണ്ടത്തെ ഒരു സിംഗിങ് സ്റ്റൈലും ഇപ്പോഴത്തെ ഒരു സിംഗിങ് സ്റ്റൈലുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തത തോന്നുന്നത്? ഇപ്പോൾ നമ്മൾ പഴയ പാട്ടുകൾ ഞാൻ തരങ്ങണി സ്റ്റുഡിയോയിലൊക്കെ പോയി ലൈവ് റെക്കോർഡിങ്ങിന് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കോറസ് അന്ന് ഗ്രൂപ്പ് ആണ് കൂടുതലും നമ്മൾ പാടുന്നത്. അപ്പം ദേവരാം മാസ്റ്ററിൻ്റെയും ജോൺസൺ മാസ്റ്ററിൻ്റെയൊക്കെ ലൈവ് കണ്ടക്ടിങ്ങിലൊക്കെ ആ ഗ്രൂപ്പൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ കണക്ക് എല്ലാവരും കാണും. ഓർക്കസ്ട്ര ഉണ്ട്, ഫുൾ ടീം അവരെ കൂടെ വെച്ച് നമ്മൾ ഗ്രൂപ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാകും, വയലിൻ, അപ്പോൾ ഇങ്ങനെ കീബോർഡ്, ഒരു തബല സെക്ഷൻ, അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, പരസ്പരം ആരെയും കാണുന്നില്ല, മ്യൂസിക് ഡയറക്ടറിനെ പോലും കാണുന്നില്ല. അപ്പോൾ ആ പാട്ട് ട്രാക്ക് വരുന്നു, നമ്മളത് കേൾക്കുന്നു, ഓരോ സെക്ഷനായിട്ട് എടുത്ത് അയക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കൂടുതലും. അങ്ങനെ ആയി. ശരി. ഇപ്പോൾ പണ്ടത്തെ ആണോ ഇപ്പോഴത്തെ ആണോ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ട് കാലഘട്ടത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് വ്യത്യാസം. ശരിയാണ്. ശരിക്കും പഴയ ആ അതൊരു സൗഹൃദവും കൂടെ ഉണ്ട് അതിനകത്ത്. എല്ലാവരും കാണുമ്പോഴും ഒക്കെ ഉള്ളൊരു സന്തോഷവും കൂടെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പരസ്പരം കാണാനും സംസാരിക്കാനും എനിക്ക് തോന്നുന്നു അതിലൂടെ കൂടുതൽ അവസരങ്ങളും നമുക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും. ഇപ്പോൾ ആരാണ് എന്താണ് അതാണ് അറിയില്ല. പരസ്പരം നമ്മൾ കാണുന്നില്ല ആരെയും. ഈ പറഞ്ഞ കണക്ക് വരുന്നു, ട്രാക്ക് വരുന്നു, നമ്മൾ പാടുന്നു. ശരി. ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട് ഒരുപാട്. സാർ പാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽബത്തിന് നമുക്കൊരു 2 വരി കേട്ടാലോ? ഒരു പ്രണയഗാനമാണ്, നല്ലൊരു പാട്ടാണ്. ശരി, ഞാൻ പാടാം. നമ്മൾ ഒരു തമിഴ് അതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ കുഞ്ചാക്ക ഭവൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് വരുന്ന ഒരു തമിഴ് സോങ് ഉണ്ട്. അതും വളരെ പോപ്പുലറായ സോങ്ങാണ്. അത് നമ്മളെ BR ബിജുറാം ആണ് എൻ്റെ സംഗീതം. പിന്നെ ഷാജി മോഹൻ എഴുതിയ പാടി പാടി എന്തൻ പാസവലൈക്കുൾ വന്ന് സിക്കിക്കൊണ്ട എന്തൻ കുയിൽ മകളേ, ഗാനമഴയിൽ എന്തൻ நினைவில் நனைத்து விட, நெஞ்சில் இழைத்து விட, இசைத்து விடு, பாடி பாடி எந்தன் பாச வலைக்குள் வந்து சிக்கிக் கொண்ட எந்தன் குயில் மகளே. അങ്ങനെ ഒരു സോങ് ആയിരുന്നു. അത് ഒരുപാട് നല്ല റീച്ച് കിട്ടിയ ഒരു സോങ് ആയിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നീട് സിനിമയിലേക്ക് വരുന്നു. സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു? സിനിമയിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാർ ഏട്ടൻ്റെ ഒരു വർക്ക് BR ബിജുറാമിൻ്റെ സ്റ്റുഡിയോയിൽ കമ്പോസിങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്താണ് ബിജു. അപ്പോൾ പെട്ടെന്ന് എന്നെ വിളിക്കുന്നു, ഞാൻ അവിടെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. അപ്പം ആരുടെ വർക്കോ ഒന്നൊന്നും പറയുന്നില്ല, ഒരു ട്രാക്ക് പാടണം. അപ്പോൾ ട്യൂൺ പറഞ്ഞിരുന്നു, പാടുന്നു. അപ്പോൾ അങ്ങനെ പാടി അയച്ചു. പിന്നെയാണ് അറിയുന്നത് അത് സലീം കുമാർ ഏട്ടൻ്റെ ഒരു പടത്തിൻ്റെ പാട്ടായിരുന്നു. കറുത്ത ജൂതൻ എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമ, മാളയിൽ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലം, ജൂത സ്റ്റോറി. അപ്പം അങ്ങനെ അത് പാടി അയച്ചു കൊടുക്കുന്നു. അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ചോദിച്ചു ആരാ പാടിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ഇത് സ്ട്രൈറ്റ് വെക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് അങ്ങനെയായിരുന്നു ഈ തുടക്കം സിനിമയിലേക്കുള്ള പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ പാട്ടിൻ്റെ 2 വരി കേട്ടാലോ? ലിറിക്സ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കതൊന്ന്. ഉണ്ട്, ഓർമ്മയുണ്ട് നമുക്ക്. ശരി. ജൂതർ തൻ താവഴി കല്ലറ തേടി അങ്ങനെ ഒരു ഫോക്ക് ടച്ച് ഉള്ള ഒരു സോങ് ആണ്. നല്ല ഒരു പാട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര, കല്ലറ തേടിയുള്ള ഒരു യാത്രയിൽ സംഭവിക്കുന്ന പാട്ടാണ് അത്. ജൂതന്മാരുടെ ഒരു കഥ പറയുന്ന സ്റ്റോറി. അത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ, സ്ക്രിപ്റ്റിനുള്ള അവാർഡ് കിട്ടിയ സിനിമ.
പിന്നീട് പിന്നെ സ്റ്റേജിലാണ് കൂടുതൽ സ്റ്റേജ് പിന്നെ ഒരു കന്നഡ മൂവി പാടി റോണിയിൽ അത് ഇതുപോലെ ട്രാക്ക് പാടി കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് ഇഷ്ടമായി. അങ്ങനെ സെലക്ട് ആ ഫിലിമിലും ബാംഗ്ലൂർ പോയി കന്നഡ പാടി. അത് ഓർമ്മയുണ്ടോ? വരികൾ ഓർമ്മയുണ്ടോ അതിൻ്റെ? മനെ മനയ ಬೆಳಗುದಿರು തനന തനന തരര. ഒരു നല്ല സോഫ്റ്റ് മെലഡി, നല്ലൊരു പാട്ടാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട്. ലാംഗ്വേജ് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ വന്ന് അവർ കറക്റ്റ് ചെയ്ത് കുറച്ച് ശ്രദ്ധയോടെ പാടാൻ പറ്റി. ഡിക്ഷനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചേട്ടൻ്റെ വോയിസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കട്ടിയുള്ള അല്ലെങ്കിൽ ഒരു ദാസേട്ടൻ സ്റ്റൈൽ വോയിസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ദാസേട്ടൻ്റെ സോങ്സ് കാരണം അതല്ലേ കേട്ട് വളർന്നത് ചെറുതിലേ. അപ്പം അങ്ങനെ അങ്ങനെ അനുകരിക്കാറില്ല, പാടുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് കൂടുതലും സ്റ്റേജുകളിൽ പാടി ഇരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സോങ് അല്ലെങ്കിൽ ഒരു 10 സോങ് എടുത്താൽ അതിൽ ഒരു സോങ് നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പറ്റും? തെളിയു നീ ദീപമായി ഇരുളുമീ മനമതിൽ പടരു നീ ഈണമായി തകരുമെൻ വീണയിൽ നീ നിറയൂ ജീവനിൽ പുളകമായി ഞാൻ പാടിടാം ഗാനമായോർമകൾ തഴുകു നീ തെന്നലായി വരളുമീ മരുവിതിൽ വിളങ്ങു നീ താരമായി വിളറുമെൻ സീമയിൽ നീ നിറയൂ ജീവനിൽ പുളകമായി ഞാൻ പാടിടാം ഗാനമായി ഓർമകൾ ഓർമകൾ ഓർമകൾ. നൈസ്. ഒരു പ്രത്യേകത ഉണ്ട്, ജോൺസൺ മാസ്റ്ററിൻ്റെ ഫസ്റ്റ് ഫിലിമാണല്ലേ? ഓക്കെ. ഇപ്പോൾ പാട്ടുകൾ നമ്മളിപ്പോൾ സ്റ്റേജുകളിൽ പാടുമ്പോഴും ഒരുപാട് നമുക്ക് ഈ ലിറിക്സ് കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ടോ? അപ്പോൾ നമ്മൾ പാടി വരുന്ന ഒരു രീതി, ഇപ്പോൾ സ്റ്റേജിലാണെങ്കിൽ ലൈവായിട്ടാണ് നമ്മൾ പാടുന്നത്, ഇപ്പം റെക്കോർഡിങ്ങിലാണെങ്കിൽ നമുക്ക് നോക്കാനും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് മാനേജ്? ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പാട്ടുകളും ലൈവ് നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പാട്ടുകളുടെ ഡീറ്റെയിൽസ് മാക്സിമം പഠിക്കാൻ ശ്രമിച്ചിട്ട് ആ ലിറിക്സ് നമ്മൾ ആദ്യം കുറേ കേൾക്കും. പാടിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാമെങ്കിൽ നമ്മൾ ഈ വരുന്ന ഈ ഒരാഴ്ച നമ്മൾ ഈ സോങ്സ് മാറി കേൾക്കും. ആദ്യം കേട്ടിട്ട് പിന്നെ ലിറിക്ക് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ പാടും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മാക്സിമം പാടാൻ ശ്രമിക്കും. കാരണം എല്ലാവരും പാട്ട് കേട്ടിട്ട് വരുന്നവരാണ്. അത് നമ്മളൊരു 80-85% നമ്മൾ പാടുമ്പോഴാണ് അത് സക്സസ് ആവുന്നത്. ശരിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളും തീർച്ചയായിട്ടും ഓരോ പാട്ടിനും ഓരോ രീതിയാണ്. സാഡ് സോങ് ആണെങ്കിൽ അത് അങ്ങനെ, ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ അതങ്ങനെ, ഓരോ രീതിയാണല്ലോ. ഓരോ പാട്ടും ഓരോ സ്വഭാവങ്ങളാണ്. അതെ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ചാൻസ് കിട്ടാനായിട്ട് ഇപ്പം പലതരം റിയാലിറ്റി ഷോയിൽ കൂടെ വരുന്നു, അല്ലെങ്കിൽ പല വേദികൾ അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരു ചാൻസ് അന്വേഷിക്കാനും ഒക്കെ. ഇപ്പം ചേട്ടൻ്റെ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ചാൻസുകളൊക്കെ കണ്ടെത്തിയിരുന്നത്, അവസരങ്ങൾ കണ്ടെത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? അന്ന് ഒരുപാട് സാധ്യതകളുണ്ട്, ഇല്ലയെന്നല്ല, സാധ്യതകൾ എല്ലാം നമ്മൾ ആ സൗഹൃദങ്ങളിൽ കൂടെയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങളെല്ലാം സൗഹൃദങ്ങളാണ്. ശരി. എന്നെ അറിയാമെന്നുള്ളവരും എനിക്ക് കുറച്ച് പേര് അറിയാമെന്നുള്ള അങ്ങനെ ഉള്ള ഒരു സൗഹൃദമാണ്. പിന്നെ അല്ലാതെ നോർമലി വേറെ വർക്കുകളൊക്കെ വരുമ്പം വിളിക്കാറുണ്ട്, അങ്ങനെയും പോയി പാടാറുണ്ട്. പലരും വിളിച്ചിട്ട് റെക്കോർഡിങ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇപ്പം പണ്ട് കലോത്സവങ്ങളും അങ്ങനെയുള്ള വേദികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ സോഷ്യൽ മീഡിയ അത്ര സജീവമല്ല. അപ്പോൾ അതിൽ നിന്നുമൊക്കെ കൂടുതൽ അവസരങ്ങൾ തേടി പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നത്തെ സാഹചര്യം പോലെ അല്ലല്ലോ അന്ന്. ഇന്ന് പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ കയറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അന്ന് അതില്ല. നമ്മൾ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം മുന്നിലോട്ട് വരാൻ പറ്റൂ. അങ്ങനെയാണ്.
ഓക്കെ. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ചെന്നൈയിൽ പോകണം, ചെന്നൈയിൽ പോയിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സംഗീതത്തിൽ പാടാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നു? ചെയ്തിട്ടുണ്ട്. ശരിക്കും യാത്രകൾ പല സ്ഥലത്തും പോയി പാടിയിട്ടുണ്ട്. കോഴിക്കോട്, ഇവിടെ ചെന്നൈയിലും ഒക്കെ പോയിട്ടുണ്ട്. മധുര ഡിവോഷനിലൊക്കെ പാടാൻ മധുര സ്റ്റുഡിയോയിലും നാഗർകോവിൽ അങ്ങോട്ടൊക്കെ എൻ്റെ പാട്ടുകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ നാഗർകോവിൽ ഭാഗത്തൊക്കെ തമിഴ് ക്രിസ്ത്യൻ ഡിവോഷണൽസ് ഒക്കെ പാടാറുണ്ട്. ശരി. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവോഷണൽ സോങ് നമുക്ക് വേണ്ടി പാടാം, ക്രിസ്ത്യൻ ഡിവോഷണൽ? തമിഴാണ് മലയാളമാണ്? ഏതായാലും. ശരി. எனது விழியில் உனது பார்வை, எனது நாவில் உனது மொழிகள், எனது நெஞ்சில் உனது கனவு இறைவா. எனது விழியில் உனது பார்வை, எனது நாவில் உனது மொழிகள், எனது நெஞ்சில் உனது கனவு இறைவா. തമിഴ്. ഇത് ഭയങ്കര ഹിറ്റാണ്, അവിടെ ഹിറ്റ് സോങ്ങാണ്. അവിടുത്തെ ചർച്ചകളിലും ഒക്കെ പാടാറുണ്ട്. അപ്പം അങ്ങനെ ഈ ക്രിസ്മസ് ടൈമിൽ ഇതൊരു ഡിവോഷണൽ ക്രിസ്മസ് സോങ് അല്ല, ഒരു ഡിവോഷണൽ മൂഡാണ് പാട്ട്. ഈ ഒരു ഒക്കേഷണൽ സോങ്സ്, ഇപ്പോൾ അയ്യപ്പൻ്റെ സീസൺ ആണെങ്കിൽ അയ്യപ്പൻ്റെ പാട്ടുകൾ, ഇപ്പോൾ അയ്യപ്പൻ സീസണൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ്, ഓണം, അങ്ങനെയുള്ള ഡിവോഷൻ. ഓണത്തിനൊക്കെ എപ്പോഴും വർക്കുകൾ ഒരു 5-6 പാട്ടെങ്കിലും മിനിമം പലർക്കും വേണ്ടി പാടാറുണ്ട്. അതുപോലെ ക്രിസ്മസ് സോങ്സും പാടാറുണ്ട് പലർക്കും വേണ്ടി. പലരും സമീപിക്കും, വിളിക്കാറുണ്ട്. ഇപ്പോൾ അയ്യപ്പനും അതുപോലെ അധികം ഇല്ലെങ്കിലും അയ്യപ്പൻ സോങ്സും പാടിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാല സമയത്തുള്ള പാട്ടുകളും ഒക്കെ ഒരുപാട് എല്ലാ ഒക്കേഷനിലും ഉള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു അയ്യപ്പ ഭക്തി ഗാനം തന്നെ കേൾക്കാം. മാമലയ്ക്കുമേലെയും മഴവില്ലിനുമേലെയും മനതാരിൽ വാഴുമെൻ്റെ അയ്യനേ. മാമലയ്ക്കുമേലെയും മഴവില്ലിനുമേലെയും മനതാരിൽ വാഴുമെൻ്റെ അയ്യനേ. ഉണർവോടെ അറിവേകി നിനവോടെ വാഴുന്നോരൻ മഹിതല രക്ഷകന മോഹിനി സുതനയ്യനേ. മാമലയ്ക്കുമേലെയും മഴവില്ലിനുമേലെയും മനതാരിൽ വാഴുമെൻ്റെ അയ്യനേ. അയ്യനെൻ്റെ ശരണം ഈ പൈതങ്ങൾക്കഭയം, നിന്നകതാരിൽ എന്നും ഇനി ശരണം തരണം. അയ്യനെൻ്റെ ശരണം ഈ പൈതങ്ങൾക്കഭയം, നിന്നകതാരിൽ എന്നും ഇനി ശരണം തരണം. മാമലയ്ക്കുമേലെയും മഴവില്ലിനുമേലെയും മനതാരിൽ വാഴുമെൻ്റെ അയ്യനേ. സംഗീതത്തിൽ ആരാണ് ഗുരു? ഞാൻ ദാസാറിൻ്റെ തരംഗനിസരി എന്നുള്ള ഒരു സ്കൂളുണ്ട്, അവിടെയാണ് പഠിച്ചത്. 1994 ഗാനഭൂഷൺ ഡിപ്ലോമ കഴിഞ്ഞു. ഒരു അന്നപൂർണി ടീച്ചറുണ്ട്, രവി സാറ്, പിന്നെ ചെല്ലപ്പ ഭാഗവതർ, പിന്നെ വർക്കല CS ജയറാം സാറ്. അപ്പം അങ്ങനെ ഒരു 5-6 ഗുരുക്കന്മാരുണ്ട്. ശരി. ഈ ഒരു ഇപ്പം ദാസാറിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ പാടിയിട്ടുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അത് പിന്നീട് ആ ഒരു സൗഹൃദം വളർത്തിയെടുക്കാനും അവരോടൊക്കെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടോ? ജോൺസൺ മാസ്റ്ററിൻ്റെ കുറേ വർക്കുകൾ ഒക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, ഈ പറഞ്ഞ ദേവരാം മാസ്റ്ററിൻ്റെ ഓൺ റെക്കോർഡിങ്, പിന്നെ ജെറി അമൽദേവ് സാറ്. ശരി. ഇവരുടെയൊക്കെ വർക്കിന് തരംഗിണിയിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ബിജു തിരുമല സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ ഒരു പാട്ട് പാടി. ആ സിനിമ ഒരു പക്ഷേ വന്നില്ല, പക്ഷേ ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ പറഞ്ഞതുപോലെ സൂര്യ കൃഷ്ണമൂർത്തി സാറുമായിട്ട് അഗ്നി 3 എന്ന് പുതിയ പ്രോജക്റ്റ്. എന്താണ് അഗ്നി 3? അഗ്നി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ മ്യൂസിക് ഷോ തന്നെയാണ്. ഫുൾ അതിൽ നമ്മൾ ഹിന്ദുസ്ഥാനി, ശരി, ഈസ്റ്റേൺ, വെസ്റ്റേൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു 1.5 പ്രോഗ്രാമാണ്. വയലിൻ സോളോ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പല ക്ലാസിക്കലുണ്ട്, എല്ലാ ടൈപ്പും ഉള്ള ഒരു ഫിലിം സോങ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും ഫോക്ക് നാടൻ പാട്ടുകളുടെ ഒരു എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ഈ. ശരി. അപ്പോൾ അതിൽ ചേട്ടൻ ഏത് ജോണറാണ് പാടുന്നത്? ഞാൻ പാട്ട് തന്നെയാണ്. ഞങ്ങൾ 4 പേരുണ്ട് പാടാൻ, 2 മെയിലും 2 ഫീമെയിൽ സിംഗേഴ്സ്. അതിൽ ഞാൻ ഇവിടെ ഒരു. ഓക്കെ. അപ്പം ഏത് ടൈപ്പ് പാട്ടുകളാണ് പാടുന്നത്? ക്ലാസിക്കലുണ്ട്, ഫിലിം സോങ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ കൂടുതൽ ഒരു പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം കിട്ടിയ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒരു 2 പേര് പാടാം?
അതിൽ ഒരു ശരിക്കും ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഉള്ള ഒരു ഇതില്ല. ചെയിൻ സോങ് പോലെയും രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതിലൊരു മാഷിൻ്റെ ഒരു 4-5 പാട്ടുകൾ ചേർത്ത് അങ്ങനെയുള്ള ചെയിൻ വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് തുടങ്ങുന്നതിന് ഒരു ഹിന്ദുസ്ഥാനി മൂഡിലുള്ള സോങ്സാണ് തുടങ്ങുന്നത്. ഇപ്പം എല്ലാ ടൈപ്പ് പാട്ടുകളും കൃഷ്ണ നീ ബേഗനെ, കൃഷ്ണ നീ ബേഗനെ ബാരു, അതിൻ്റെ ഒരു ജോണർ വെച്ചിട്ടുള്ള കുറേ സ്വരങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെയൊക്കെ കുറച്ച് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു സെറ്റാക്കിയിട്ട് അതൊരു ചെയിൻ സോങ് പോലെ ഓരോരുത്തർ പാടി പോകുന്ന ഒരുമിച്ച് വരുന്ന പോർഷൻസ് ഉണ്ട്, സോളോ ഉണ്ട്, ഒരുമിച്ച് അങ്ങനെ ചേർന്ന്. നാടൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നാടൻ പാട്ടുകൾ ഒരു ജോണറുണ്ട് അതിനകത്ത്, എൻ്റെ തീരുന്ന അതിനാണ് നാടൻ പാട്ടുകളുടെ. ചേട്ടൻ ഏതെങ്കിലും ഒരു നാടൻ പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ? കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ, കാതുകുത്താനെപ്പ വരും എൻ്റെ അമ്മാവന്മാരു പൊന്നേ. ഓക്കെ, കേട്ടിട്ടുള്ള പാട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, ആ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു തലമുറ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന ഒരു ബാൻഡ് മ്യൂസിക്കിലേക്കാണ്. അപ്പോൾ അതിൽ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ചേട്ടൻ അവസരം? ഞാൻ ബാൻഡ് എന്നുള്ള കൺസെപ്റ്റ് വരുന്ന സമയത്ത് അങ്ങനെ അതിൽ വന്ന ഒരാളാണ്. കാരണം ഞാൻ ഓസ്ട്രേലിയൻ ഒരു മ്യൂസിഷ്യൻ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ദേവിസിറോ എന്നാണ് അദ്ദേഹം. നമ്മൾ ഇവിടെ തന്നെയാണ് താമസം, ട്രിവാൻഡ്രത്ത് വെള്ളയാണി ഊക്കോട് കായലിനോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ താമസം. അപ്പോൾ ആ ഒരു ടീമിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റി. ഒരു 6 സിംഗേഴ്സിൽ ഒരു സിംഗർ ഞാനാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഗീതവും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ക്ലാസിക്കലും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡിവോഷണൽ മൂഡൊക്കെ വരുന്ന സോങ്സും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അസീമ എന്നാണ് അതിൻ്റെ ബാൻഡിൻ്റെ പേര്. അസീമ, ബിയോണ്ട് ബൗണ്ടറി, സീമ ഇല്ലാത്തതെന്നാണ് അതിൻ്റെ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായി ആ ഒരു ടീമിൻ്റെ കൂടെ. പിന്നെ സ്റ്റേജ് ഷോസ് ഏതൊക്കെ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഏതാണ്ട് ഒരു 10-15 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ പോകുമ്പോൾ ഒരു പക്ഷേ ഒരു പ്രേക്ഷകരുടെ ചോയ്സസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്ന സോങ്സ് അല്ലാതെ പ്രേക്ഷക ചോയ്സ് വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പാട്ട് നമുക്ക് ഇപ്പം ഓപ്ഷൻ ഉണ്ടെങ്കിൽ പാടാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു അടിപൊളി പാട്ടുകൾ. ഇന്നത്തെ ഒരു തലമുറ ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഈ അടിപൊളി പാട്ട്, ഫാസ്റ്റ് നമ്പേഴ്സ്. അത് പാടാറുണ്ടോ? അത്യാവശ്യം. ഇപ്പോഴത്തെ ഒരു തലമുറ ഡിമാൻഡ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ അടിപൊളി പാട്ടുകൾ അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പർ സോങ്സ്. അപ്പോൾ അത് ഏതെങ്കിലും നമുക്ക് വേണ്ടി രണ്ടുപേര് പാടാം. തീർച്ചയായിട്ടും. നമ്മൾ മിക്ക വേദികളിലും പാടുന്ന ഒരു പാട്ടുണ്ട്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. സംഗീത സംവിധാനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? അത്യാവശ്യം ഇപ്പോൾ കുറച്ച് കമ്പോസിങ് കൂടെ ചെയ്യുന്നുണ്ട്. ആൽബംസ്, ഡിവോഷണൽ, നമുക്ക് എല്ലാം സൗഹൃദം. നമ്മളെ കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മളെ ഏൽപ്പിക്കുന്നു, ചെയ്യുന്നു. ചിലത് പാടുന്നു, ചിലത് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കുന്നു. അങ്ങനെ ഏതാണൊരു ഫേവറേറ്റ് മേഖല എന്ന് പറയുന്നത്? പാട്ട് തന്നെയാണ് മെയിൻ. പാടണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിനോടൊപ്പം വരുന്നതുകൊണ്ട് ഇത് കമ്പോസ് ചെയ്യുന്നു എന്നുള്ളത്. ശരി. അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും? ഒരു സിനിമ വരാനുണ്ട്, ആത്മസഹോ എന്ന് പറഞ്ഞിട്ട് പാടിയിരുന്നു നമ്മൾ റോണി റാഫേലിൻ്റെ സംഗീതത്തിൽ. അത് ഫിലിം ഉടനെ റിലീസാണ്. പിന്നെ ഞാൻ കമ്പോസ് ചെയ്ത ഒരു പടം വരാനുണ്ട്, ബയോടെക് മൂവി. അവരുടെ ഒരു മൂവീസിൻ്റെ ട്രാഷ് ടു ട്രഷർ, TT ട്രാഷ് ടു ട്രഷർ എന്നാണ് എൻ്റെ 2 പ്രോജക്റ്റാണ് വരാനുള്ളത്. ശരി, നമുക്കപ്പോൾ ഒരു പാട്ട് കൂടി കേട്ടാലോ? കണ്ണോട് കൺകളേற்றும் കർപ്പൂര ദീപമേ, കൈ തീണ്ടും പോതും പായും മിൻസാരമേ, ഉല്ലാസമേടെ മേലെ ഓരങ്ക നാടകം, இன்பங்கள் பாடம் சொல்லும் என் தாயகம், எங்கெங்கு ஊஞ்சலாக
நான் போகிறேன், அங்கங்கு ஆசை தீயில் நான் வேகிறேன். ஒன்றாக மோகனம் என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என் ஆவி நீயே தேவி, ராஜராஜ சோழன் நான், எனையாளும் காதல் தேசம் நீதான், பூவே காதல் தீவே, மண் மீது சொர்க்கம் வந்து பெண்ணாக ஆனதே, உல்லாச பூமி இங்கு உண்டானதே, ராஜராஜ சோழன் நான், எனையாளும் காதல் தேசம் நீதான், പൂവേ കാതൽ തീവേ. നൈസ്. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലി, അച്ഛൻ പാടുമായിരുന്നു. അതാണ് ആ ഒരു ഇതാണ് എനിക്ക് ടാലൻ്റാണ് കിട്ടിയത്. അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അമ്മ കൊച്ചിലെ മരിച്ചതാണ്. ചേച്ചിയാണ് അമ്മയെ പോലെയാണ്, ചേച്ചിയാണ് വളർത്തിയതൊക്കെ. 4 വയസ്സിൽ അമ്മ മരിച്ചതാണ്. പിന്നെ വൈഫ് യസീമ, 2 കുട്ടികൾ. മൂത്ത ആൾ ഹാഫിസ്, ഇളയാൾ ഹാമിം. മൂത്ത ആൾ ഫിസിയോതെറാപ്പി കോഴ്സ് 3rd ഇയർ പഠിക്കുന്നു, ഇളയാൾ +2-ലാണ്. ഇളയാൾ ഇത്തിരി പാടും, സംഗീതത്തിൽ ഇത്തിരി താല്പര്യമുണ്ട്, സ്കൂളിലൊക്കെ ഇത്തിരി ആക്റ്റീവാണ്. ശരി. ഇപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതൽ പാടാറുള്ളത് എന്ന് പറഞ്ഞു. എല്ലാ ടൈപ്പും പാടാറുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാ ടൈപ്പും വരുമ്പോൾ പാടാറും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സജീവമാണോ? സോഷ്യൽ മീഡിയ അത്യാവശ്യം. ഓക്കെ. ഇൻസ്റ്റയിലും കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ശരി. ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്, ദാസേട്ടൻ്റെ അല്ലാതെ ഇപ്പോൾ MG സാറിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും പാട്ടുകൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? മലരേ, SPB സാറിൻ്റെ മൗനമാ മൗനമേ വേദമാ മലர்கள் பேசுமா ലാലാ ഓയിമാ അൻപേ മലരേ മൗനമാ മൗനമേ വേദമാ. മിക്കവരുടെയും പാട്ടുകൾ പാടാറുണ്ട്. ഓക്കെ. പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ സിംഗേഴ്സ് വരുന്നു, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ വരുന്നു, അവരെ പിന്നെ അതിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും പാട്ടുകളിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ ചേട്ടൻ എപ്പോഴെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പല സ്റ്റേജിൽ നിന്നൊക്കെ ചിലപ്പം വിളിക്കാതെ ഇരുന്നിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട ഒരു പ്രോഗ്രാം ചിലപ്പം ഒഴിവാക്കപ്പെടാം, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അംഗീകരിക്കപ്പെടാതെയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നി? അങ്ങനെ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ശരി. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാകും. നമ്മളിപ്പോൾ അവസരങ്ങൾ ചോദിച്ചു പോകുമ്പോൾ തന്നെ നല്ലതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്, മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ അതൊന്നുമില്ല. അതിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് അവസരങ്ങൾ ചോദിക്കാനും അവസരങ്ങളെ നമുക്ക് തേടി പോകാനും ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലമുറയും ഈ ഒരു തലമുറയും വെച്ച് നോക്കുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ചേട്ടന് തോന്നുന്നത്? ഇന്ന് ഒരുപാട് ഈ പറഞ്ഞതിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. അന്ന് പക്ഷെ അങ്ങനെ ഇല്ല. നമ്മൾ കുറേയൊക്കെ പാടിയും നമ്മൾ ആ കഴിവ് തെളിയിച്ചും ഒക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇന്ന് സോഫ്റ്റ്വെയറേ മാറി, മൊത്തത്തിൽ ഓരോ വരിയും അല്ലെങ്കിൽ ഓരോ അങ്ങനെയൊക്കെ ആയി. അന്ന് അങ്ങനെയല്ല, പാടിയേ പറ്റൂ. ഒരു ഫുൾ സോങ്ങൊക്കെ നമ്മൾ സ്ട്രൈറ്റ് നിന്ന് പാടുക അങ്ങനെയൊക്കെയാണ്. ഇന്ന് ഓപ്ഷനുണ്ട്, ഓരോ ലിറിക്ക് എടുക്കാം, നമുക്ക് പാടാം, അത് ശ്രുതി പിച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെലോഡൈൻ ചെയ്യാം, അങ്ങനെയൊക്കെ ആയി. അപ്പം അത് ഒരുവിധം പാടുന്നവരും പാടാത്തവർ പാടിയാൽ പോലും ഇപ്പം നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അതാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ശരിയാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട്, അപ്പോൾ ഇനി അപ്കമിങ് ആയിട്ട് വളർന്നു വരുന്ന കലാകാരന്മാരും പാട്ടുകൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ടുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപദേശം കൊടുക്കും? തീർച്ചയായിട്ടും. അവർ എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ്. ഇപ്പം വരുന്ന കുട്ടികളെല്ലാം നല്ല പാടുന്നവർ തന്നെയാണ്. തീർച്ചയായിട്ടും കഴിവുകളുള്ളവരാണ്. എല്ലാവരും പാടുക, പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് വരിക. ശരി. ശബ്ദം സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇതൊന്നും നോക്കുന്നില്ല, എന്നാലും പ്രോഗ്രാം ഉള്ള സമയത്ത് വേറെ തണുത്തതോ അങ്ങനെയൊന്നും കഴിക്കാതെ വളരെ ശ്രദ്ധിക്കും. അല്ലാത്ത സമയങ്ങളിൽ കുഴപ്പമില്ല.
അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ തന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ടിലൂടെ തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ട്. ഖുൽതാ നഹീ കുച്ച് ദിൽറുബാ തും ഹംസെ ഖുശ് ഹോ യാ ഹോ ഖഫാ തിർചി നസർ तीखी अदा लगते हो क्यों बेसार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम അവസരങ്ങളുടെയും അംഗീകാരങ്ങളുടെയും വാതിലുകൾ ഇനിയും ചേട്ടന് മുമ്പിൽ തുറക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പാട്ടിൻ്റെ കൂട്ടുകാരുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അതിഥിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Okay.